അങ്ങനെ ഒരു 1.5 yearsന്റെ ഗ്യാപ്പ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനം അപ്പുവിൻ്റെ കല്യാണമായി. അപ്പു എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് എൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഫുൾ അവൻ്റെ കൂടെയാണ് എൻ്റെ കളിയും. എൻ്റെ കുട്ടിക്കാലം അവൻ്റെ കുട്ടിക്കാലം ഒക്കെ എന്താ പറയുക ഓവർലാപ്പിംഗ് ആണ്. അമ്മത്ത് കളിക്കലും എന്താണ് ക്രിക്കറ്റ് കളിച്ച് ജനൽ പൊട്ടിക്കലും പിന്നെ അപ്പുവിൻ്റെ എല്ലാ കളിക്കും ഉണ്ട് ഞാൻ. മണിമാടത്ത് சுற்றும் വിളക്കേറിയ ധൂപം കമൽ തൂയിൽ. അപ്പൊ അവന്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ. അതുകൊണ്ട് വരതയും അതുപോലെ സ്പെഷ്യലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ വരതേനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഫാമിലിയിലേക്ക്. വരത വന്നിട്ട് വേണം ഇനി ബാക്കി നമുക്ക് അടിച്ചു പൊളിക്കാൻ. ഞാൻ ആദ്യം അപ്പനെ കാണുമ്പോൾ അപ്പന് 2 വയസ്സാണ് പ്രായം. അപ്പോൾ ഞാനിവിടെ നിന്ന് പഠിക്കായിരുന്നു. അപ്പോൾ അയാൾ എന്നും വൈകുന്നേരം അയാൾക്ക് സൈക്കിൾ ഓടിക്കണം. അതായത് ഒരു സൈക്കിൾ അയാൾ ഇരുത്തി നമ്മൾ 2 റൗണ്ട് ഓടിക്കണം. ഒരു ദിവസം അയാൾ ഞാൻ ഭയങ്കരമായിട്ട് വഴക്കൂടിയിരിക്കുക കേട്ടോ. എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര തല്ലായിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്നോട് പറയണം, അയാളുടെ ഫേവറേറ്റ് ചീത്ത വിളിക്കണാണ് എവിടെയെങ്കിലും പോകും. അയാളത് പറയാൻ പോവാണ് കേട്ടോ. അർജുനേട്ടാ എവിടെയെങ്കിലും, അപ്പോഴേക്ക് ഓർമ്മ സൈക്കിൾ ഓടിക്കാനല്ലോ. പകുതി വഴിവിട്ട് എവിടെയെങ്കിലും അർജുനേട്ടാ സൈക്കിൾ ഓടിക്കണ്ടേ. അങ്ങനെ അന്ന് അയാളെ സൈക്കിൾ ഓടിപ്പിച്ചു. അപ്പു എൻ്റെ ഏട്ടൻ്റെ മകനാണ്. അപ്പുവിൻ്റെ ജനനം മുതൽ അപ്പുവിൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് വരെ ഞാൻ കുട്ടിയായിട്ട് ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അപ്പുവിൻ്റെ കല്യാണം വന്നപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ വീണ്ടും ഒരു ചാൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടാണ് 4 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഓടി പിടിച്ച് പോകുന്നത്. അപ്പം നല്ല മിടുക്കനായിരുന്നു, കുട്ടിക്കാലം മുതൽ തന്നെ നല്ല മിടുക്കനായിരുന്നു. പിന്നെ ഇപ്പോഴും അതെ, എപ്പോഴും കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ നല്ല രസമായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അപ്പൂനും വരതയ്ക്കൊക്കെ എല്ലാവിധ ആശംസകളും, നല്ല ഭാവി ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കും. എന്നും സ്നേഹം അവിടെ ഉണ്ടാവും. അങ്ങനെ
അപ്പു എന്ന് പറഞ്ഞാൽ എന്താ, അപ്പു അമ്മാത്തെ എന്താ പറയാ, അമ്മാത്തെ ഹീറോ ആണ്. അപ്പോൾ അമ്മമ്മയുടെ മുത്തശ്ശൻ്റെയും എന്താണ് ഫേവറേറ്റ് ഗ്രാൻഡ് ചൈൽഡ് എന്നാണ് ഞാൻ പറയാ. അവനിങ്ങനെ ഷൈ ആയി, അവൻ്റെ കുറേ തോട്ട്സും അവൻ്റെ കുറേ വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലാവില്ല അവൻ പറയുന്നത്. അതുപോലെ ഒരു കുട്ടീനെ കെട്ടി, അവന് ചേരണ കുട്ടി, അവന് സിങ്ക് ആവുന്ന വരദേവ്. അത് തന്നെ. ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് തോരണം മാലയസിയ സന്തനവാസം കൂടി വരും മന്ദിരവോലിയിൽ കണ്ണുക്ക് നിറഞ്ഞ കല്യാണം ചെല്ല കിളി താനും നില നാണം കൊണ്ടാളെ മുല്ലൈ കമഴ്വത് പോലെ ദൈവീക ബന്ധം കാണും ദീപം ജ്വലിക്ക കോലം എഴുതി ഇപ്പോൾ എപ്പോഴും നല്ല ചിരിച്ച് പ്ലസൻ്റ് ആയിട്ട് ആണുള്ളത്. പിന്നെ എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴും വന്ന് ഇതാവും, ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും. അതൊക്കെ അപ്പൂൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നാറുണ്ട്. കുറേയൊക്കെ ക്ഷമ അപ്പൂനുണ്ട്, പക്ഷേ ഇടയ്ക്ക് അപ്പൂന് നല്ല ദേഷ്യം വരും. തീർച്ചയായിട്ടും അപ്പൂനെ എപ്പോഴും കുഞ്ഞായിട്ടല്ലേ തോന്നുള്ളൂ. ഇപ്പോഴും ചെറുതാണെന്നാണ് മനസ്സിൽ തോന്നുന്നുള്ളൂ. ഒരിക്കലും വെഡിങ് ഡ്രസ്സിൽ അത്രയും. പക്ഷെ ശരിയാണ്, അപ്പൂൻ്റെ മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയൊക്കെ ആയി, അപ്പു മാരേജ് കഴിക്കാറായി, വലിയൊരാളായി എന്നുള്ള തോന്നൽ ഇപ്പോഴും ഇല്ല. പക്ഷെ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൂനും വരദയ്ക്കും അവരുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിൽ എല്ലാ രീതിയിലുമുള്ള ഭാവുകങ്ങളും ഉണ്ടാവട്ടെ.